17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച കോഫി ഹൗസ് ചർച്ചകൾ ഇന്നും സജീവമായി നിലനിർത്തുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. ന്യൂസ് പേപ്പറും റേഡിയോകളും വെച്ച് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ചായക്കടകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലേ. എന്നാൽ കഥ പറഞ്ഞിരിക്കാനുള്ള ഒരു വേറിട്ട കോഫി ഹൗസ് കാക്കനാടുണ്ട്. ഇത്തിരി ടർക്കിഷ് ചായയും രുചിച്ച് സൊറ പറഞ്ഞിരിക്കാനുള്ള സ്റ്റോറി ബോക്സിനെ നമുക്ക് പരിചയപ്പെടാം. ചായ മലയാളിയുടെ നിത്യജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും പുതിയ സ്വപ്നങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ട് നടക്കാനും എല്ലാവരും ചായമേശകളെ ഒപ്പം കൂട്ടാറുണ്ട്. ഇതിൽ ചായ ഒരു ലക്ഷറിയായി കാണുന്ന നാടാണ് തുർക്കി. ചായയിൽ നിരവധി പരീക്ഷണങ്ങളും തുർക്കിക്കാർ നടത്താറുണ്ട്. കേരളത്തിൽ തുർക്കി ചായയ്ക്ക് ഇപ്പോൾ പ്രചാരമേറി വരികയാണ്. എറണാകുളം കാക്കനാട് എത്തിയാൽ കിട്ടും നല്ല ഗംഭീരമായ തുർക്കി ചായ. ലാവൻഡർ ചായ, ആപ്പിൾ ചായ, റോസ് ചായ, കോക്ടെയിൽ ചായ തുടങ്ങി പരമ്പരാഗത തുർക്കി ചായ എന്നിങ്ങനെ ചായയുടെ വിദേശ രുചികൾ സ്റ്റോറി ബോക്സ് എന്ന കടയിൽ നിന്ന് നുകരാം. ഒപ്പം ചായയുടെ 100 കഥകളും അറിയാം. ക്ലാസ് കഴിഞ്ഞിട്ട് ഡെയിലി ഇവിടെ വരാണ്. ഇവിടെ ആംബിയൻസും എല്ലാം കൊണ്ടും വൈബ് ചെയ്തിരിക്കാനും നല്ലതാണ്. പിന്നെ എത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്താലും അങ്ങനെ ടൈം പോണത് പോലെ അറിയില്ല. പിന്നെ ഇവിടുത്തെ ഡിഷസ് ആയാലും കൊള്ളാം, എല്ലാം കൊള്ളാം. തുർക്കിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന തേയിലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചായ തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതുമാകട്ടെ നേപ്പാളിൽ നിന്നുള്ള ജീവനക്കാരും. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളും ഈ തുർക്കി ചായയുടെ ആരാധകരുമാണ്. രുചിയിലും ഗുണത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്നാണ് കടയുടമ പറയുന്നത്. സ്റ്റോറി ബോക്സ് എന്നാണ് ഞങ്ങൾ ഷോപ്പിൻ്റെ പേര്. കഥ പറയുന്നൊരു സ്ഥലം എന്നാണ് ഞങ്ങൾ ആ ഷോപ്പിൻ്റെ പേര് തന്നെ. അപ്പം ചായ കുടിക്കുമ്പോൾ എല്ലാവർക്കും പല രീതിയിലുള്ള കഥകൾ പറയാനുണ്ടാവും. ഫ്രണ്ട്സ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും കൂടുതലും കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇവിടെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പം ചായയും കൂടി നന്നാവുമ്പോൾ അത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ കാപ്പിക്കും ആരാധകർ ഏറെയുണ്ട്. കടയുടെ അന്തരീക്ഷം ഇഷ്ടപ്പെട്ട് സമയം ചെലവഴിക്കാൻ എത്തുന്ന യുവതലമുറ വൈകുന്നേരത്തെ സ്ഥിരം കാഴ്ചയാണ്. വിദേശ ചായയ്ക്കും കാപ്പിക്കുമൊപ്പം നല്ല നാടൻ മലബാർ പലഹാരങ്ങളും ഇവിടെ കിട്ടും. കോഴിക്കോട് നിന്ന് കൊച്ചിയെ തേടിയെത്തുന്ന നല്ല അസൽ കല്ലുമ്മക്കായ്ക്ക് ആരാധകർ ഏറെയാണ്. തുർക്കി ചായ കുടിച്ച് ഒരു കല്ലുമ്മക്കായും കഴിച്ച് കഥകളുടെ പെട്ടി തുറന്ന ആളുകൾ ഈ മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ആപ്പിൾ ടീ കുടിച്ച് ഈ മലബാർ കല്ലുമ്മക്കായൊക്കെ കഴിച്ച് ഒന്ന് വൈകുന്നേരം പൊളിയാക്കണോ? സംഗതി സൂപ്പറാണെന്നല്ല, സംഗതി പൊളിയാണ് മച്ചാനെ എന്നാണ് ടർക്കിഷ് ചായ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറാമാൻ ജിതിൻ്റെ അഭിപ്രായം. ആ ജിതിനൊപ്പം അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.